സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമന പേരിൽ ആരെയൊക്കെ എങ്ങനെയൊക്കെ സുഖിപ്പിച്ചാൽ കിട്ടും 10 വോട്ട് എന്ന പക്കാ കമ്മ്യൂണൽ ജാതിമത വർഗീയ ഗവേഷണങ്ങൾ അരങ്ങുവാഴുന്ന ഒരു റിഗ്രസീവ് രാഷ്ട്രീയ കാലത്ത് ആരോഗ്യ കേരളത്തിന് താഴെത്തട്ടിലെ ചില കണക്കുകൾ പേടിപ്പിക്കലാണ്. ഏതെങ്കിലും പിഴവ് ചൂണ്ടിക്കാട്ടിയാൽ ഉടൻ ആരോഗ്യ കേരളത്തെ തകർക്കാൻ വരുന്നേ എന്ന നറേറ്റീവിൽ ഗൂഢാലോചനാ തിയറി വക്താക്കളുടെ കണ്ണു തുറക്കേണ്ട കണക്കുകളാണ്. റയറസ്റ്റ് ഓഫ് ദ റയർ, അപൂർവങ്ങളിൽ അപൂർവം ഗണത്തിൽപ്പെടുന്ന ഒരു മാരക രോഗം തലച്ചോറുതീനി രോഗാണു കൊലയാളി ജ്വരം 2018 വരെ ലോകത്താകെ റിപ്പോർട്ട് ചെയ്ത കേസുകൾ 381 ആണെങ്കിൽ നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ ഈ മാസം മാത്രം ഇതുവരെ 34 പേർക്കാണ് രോഗസ്ഥിരീകരണം, മരണങ്ങൾ 11 ആരോഗ്യവകുപ്പ് കൌശലത്തോടെ പൂഴ്ത്തിവെച്ച് വാർത്തയായപ്പോൾ മാത്രം പുറത്തുവിട്ട സർക്കാർ കണക്കുകൾ പ്രകാരം ഈ വർഷം മാത്രം 81 പേർക്ക് രോഗം, 21 പേർക്കാണ് മരണം. പരിശോധന ശക്തമാക്കിയെന്നൊക്കെ ന്യായം പറഞ്ഞാലും 2016-ലും 19-ലും ഓരോ കേസ്, പിന്നീടുള്ള 3 വർഷങ്ങളിൽ 5 രോഗബാധ, 2024 അത് 38ലേക്ക് സ്കൈ റോക്കറ്റിംഗ് ആണെങ്കിൽ തലച്ചോറ് ബാധയിൽ മരണവർദ്ധനമെങ്കിൽ സംശയമില്ലാത്ത മരണക്കണക്കുകൾ ഭയാനകമാണ്. അതിലും ഭയാനകമാണ് നിപ്പ പോലെ തന്നെ ഈ മുടിഞ്ഞ വ്യാധിയുടെ ഉറവിടം, കാരണം ഇത്ര വർഷങ്ങളിൽ ആരെങ്കിലും പഠിച്ചോ, ആർക്കെങ്കിലും അറിയുമോ? ആദ്യം പറഞ്ഞത് പായൽ മൂടിയ കുളങ്ങൾ, പിന്നത് പൊതുജലാശയങ്ങളായി, നീന്തൽ കുളങ്ങളായി, പിന്നത് വീട്ടിലെ കിണറുകളായി. ഓരോ സ്ഥിരീകരണത്തിലും കാരണം ഓരോന്നായി പറയും. സമാധാനമായിട്ടൊന്ന് കുളിക്കാൻ പറ്റുമോ? മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, ഇൻഫ്ലുവൻസ, ഷിഗല്ല, സാധാരണ പനി, അല്ലാത്ത പനിയെന്ന് വേണ്ട. കാലം തെറ്റി പെയ്യുന്ന മഴയത്ത് മഴ പോലെയാണ് രോഗപ്പെയ്ത്ത്. ഈ വർഷം ഇതുവരെ മാത്രം എലിപ്പനി മരണങ്ങൾ 156, 122 മരണങ്ങൾ എലിപ്പനി എന്നാണ് സംശയം. രോഗത്തിന്റെ ഉറവിടം അറിയാം, രോഗം വരാതിരിക്കാൻ വഴികളറിയാം, മരുന്നുകളറിയാം. അങ്ങനെ എലിപ്പനിയിൽ ഇത്രയധികം മരണമെങ്കിൽ ഓരോ മരണവും സംവിധാനത്തിന്റെ പിഴവാണ്, ഭരണകൂടത്തിന്റെ പരാജയമാണ്, പ്രതിപക്ഷമല്ല. അതേ വകുപ്പിൽ ആരോഗ്യ സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രിക്കും പ്രിയങ്കരൻ സാക്ഷാൽ രാജീവ് സദാനന്ദൻ പറഞ്ഞതാണ്, ആ തള്ളു വെറും തള്ളു, ഡേഞ്ചറസ് പ്രൊപ്പഗണ്ട. അറിയുന്നതും അറിയാത്തതുമായ രോഗബാധകൾ, ആവർത്തിക്കുന്ന പനികൾ, മാറാതെ ചുമച്ചും കുരച്ചും കുഞ്ഞുങ്ങളടക്കം പനിച്ചു കിടക്കുന്ന ഒരു വല്ലാത്ത കാലത്ത്, എലിപ്പനി അടിച്ചും അല്ലാതെയും അടിത്തട്ടിൽ സാധാരണ മനുഷ്യൻ മരിച്ചു കുടുംബങ്ങൾ അനാഥമാകുന്ന ഒരു കെട്ടകാലത്ത് 50 വർഷത്തെ കണക്കെടുത്ത് കുഴച്ചുരുട്ടി ആരോഗ്യ കേരളം ആനപ്പുറത്ത് കയറി തഴമ്പു സ്ഥാപിക്കൽ മരുന്നല്ല, മര്യാദയല്ല, മറുപടിയല്ല സാർ.